കുഞ്ഞമ്മയ്ക്ക് ആപത്താ. ഓരോ നിമിഷം കഴിയും തോറും അതിന്റെ ആഴം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ജോത്സരെ, ഇത്തിരി പോന്ന ഈ കുഞ്ഞിനെ പറ്റിയിട്ടാണോ ജോത്സ്യൻ ഇതൊക്കെ പറയുന്നത്? ജാതകവശാൽ കണ്ടതു പറഞ്ഞു. വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം, നിരാകരിക്കേണ്ടവർക്ക് നിരാകരിക്കാം. ശ്രീകൃഷ്ണനും ഒരു കുഞ്ഞായിരുന്നു, കംസൻ അമ്മാവനും. ഇതിലൊന്നും എനിക്കൊട്ടും വിശ്വാസമില്ലായിരുന്നു. പക്ഷേ അനുഭവത്തിൽ വന്നപ്പോ എനിക്ക് വിശ്വാസമായി വിഷ്ണു. ഇതിന് പരിഹാരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യുക തന്നെ വേണം. പരിഹാരം സിദ്ധം പറഞ്ഞതല്ലേ, അത് നിറവേറ്റാൻ പറ്റിയോ? അതിന്റെ പരിണത ഫലമാ ഇപ്പൊ അനുഭവിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ? അതേപറ്റി ചർച്ച ചെയ്യാനാണോ നമ്മൾ ജോത്സ്യരെ വിളിച്ചു വരുത്തിയത്? ഓ ശരി ശരി. ജോത്സരെ, പരിഹാരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. പരിഹാരമുണ്ട്. എന്നാ പറയണം ജോത്സ്യരെ. പക്ഷെ അത് ചെയ്യുക അല്പം ദുഷ്കരമാ. ജോത്സര് പറഞ്ഞോളൂ, എത്ര ദുഷ്കരമായ കാര്യമാണെങ്കിലും നിറവേറ്റിയിരിക്കും. ഇപ്രാവശ്യം എന്തായാലും മറ്റാരെ ഏൽപ്പിക്കുന്നില്ല. ഞാൻ തന്നെ മുന്നിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യും. ജോത്സര് പറയണം. പ്രതിവിധി ഒന്നേ ഉള്ളൂ. കുഞ്ഞിനെ ഉപേക്ഷിക്കുക. ജോത്സരെ, അല്ല ജോത്സ്യൻ എന്താ ഈ പറഞ്ഞേ? പ്രതിവിധി ദുഷ്കരമാകുമെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ജോത്സ്യൻ എന്തൊക്കെയാ പറയുന്നേ? ഇത്തിരി പോന്ന കുഞ്ഞിനെ ദത്തു കൊടുക്കാനോ? അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഏത് ജ്യോതിഷത്തിൽ അങ്ങനെ ഒരു പ്രതിവിധിയും പോം വഴിയും? ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വിഷ്ണു മനസ്സിലാക്കിയ അർത്ഥത്തിലല്ല. ഉപേക്ഷ ശാരീരികം മാത്രമല്ല, മാനസികമായും കർമ്മബന്ധങ്ങൾ അറുത്തും ഉപേക്ഷയാവാം. ജോത്സ്യരെ, എന്താന്ന് വെച്ചാ ഒന്ന് തെളിച്ചു പറയൂ. കുഞ്ഞിനെ ദത്തു കൊടുക്കുക. കുഞ്ഞും മാതാവുമായുള്ള കർമ്മബന്ധങ്ങൾ ജ്യോതിഷവിധി പ്രകാരം അവസാനിപ്പിക്കുക മാത്രമേ ഉള്ളൂ പോംവഴി. പ്രീതിയുടെ നക്ഷത്രം കുഞ്ഞിന്റെ മാതൃസ്ഥാനത്ത് വരുമ്പോ അപ്പോൾ മാത്രമേ ശത്രുതാ മനോഭാവമുള്ളൂ. കുഞ്ഞിന്റെ അമ്മ മറ്റൊരു നക്ഷത്രക്കാരി ആയാൽ പ്രീതിക്കുള്ള ദോഷം പൂർണ്ണമായും മാറും. ജാതകവിധി പ്രകാരം ഇതിനെ ഗോത്രം മാറൽ എന്നൊക്കെ പറയും. എന്താ, തയ്യാറുണ്ടോ? ഇതല്ലാതെ മറ്റൊരു പോം വഴി ഇല്ലേ? ഈ വിഷ്ണുട്ടൻ ഇതെന്താ? ഇതല്ലാതെ മറ്റെന്തെങ്കിലും പോം വഴി ഉണ്ടെങ്കിൽ ജോത്സ്യൻ അത് പറയില്ലേ? നീ വെറുതെ ഇതിൽ ഇടപെടാൻ നിൽക്കണ്ട. വിഷ്ണു, ആ കുട്ടി പറഞ്ഞതാ ശരി. ഇതല്ലാതെ മറ്റൊരു പോം വഴിയുമില്ല. എത്രയും വേഗം ദത്ത് നൽകുന്നോ പ്രീതിക്ക് അത്രയും നന്ന്. നമുക്കിപ്പോ പ്രീതിയോട് സമ്മതം ചോദിക്കാൻ വയ്യല്ലോ. ഇനി കുഞ്ഞിന്റെ അച്ഛന്റെ സമ്മതമാണ് വേണ്ടത്.
എൻ്റെ കാര്യം ഞാൻ നേരത്തെ എല്ലാം പറഞ്ഞല്ലോ സത്യാമ്മ. എൻ്റെ പ്രീതിയെ സുഖപ്പെടുത്താൻ വേണ്ടി ഞാൻ എന്ത് പരിഹാരക്രിയയും ചെയ്യാൻ തയ്യാറാണ്. മനസ്സനുവദിച്ചിട്ടൊന്നുമല്ല. പ്രീതിയും മോളെയും തമ്മിൽ പിരിക്കാം. അർജു, ജോത്സരെ, ദത്ത് കൊടുക്കാൻ ജ്യോതിഷ വിധിപ്രകാരമുള്ള ചടങ്ങുകളൊന്ന് പറയണം. അപ്പൊ കുഞ്ഞിനെ ദത്ത് നൽകാൻ തീരുമാനിച്ചു. തീരുമാനിച്ചു. ആ ചീവീടിനെ ദത്ത് നൽകിയോ ചവറുകൂനയിൽ തള്ളുകയോ ചെയ്യുന്നതുകൊണ്ട് എനിക്കെന്താ നേട്ടം? അങ്ങനെ ചെയ്താ ഈ കവടിക്കിളവൻ പറഞ്ഞതുപോലെ പ്രീതി എങ്ങാനും എഴുന്നേറ്റ് വന്നാലോ? അവള് വാ തുറന്നാ എല്ലാം തീർന്നു. അതുകൊണ്ട് ദത്ത് നൽകൽ അലമ്പാക്കണം. അന്തിവാനിലൊരു കുങ്കുമ സൂര്യൻ ആർദ്രസാഗരം തിരയുന്നു. പ്രീതി, ഇവള് കുറെ നേരമായി സങ്കടത്തിലിരിക്കുക. നോക്ക്, ഞാനേ ഇവളെ എത്ര സമാധാനിപ്പിക്കാൻ നോക്കിയിട്ടും അടങ്ങിയിരിക്കുന്നില്ല. അവൾക്കെന്തോ മനസ്സിലായതുപോലുണ്ട്. നീ അറിഞ്ഞോ, നിന്റെ കുഞ്ഞിനെ ദത്ത് കൊടുക്കാൻ പോവാ. അത് കേട്ടപ്പോ മുതല് മോള് ഭയങ്കര വിഷമത്തില. പ്രീതി കണ്ടോ, എനിക്കെല്ലാം അറിയാം. നിന്റെ അടുത്ത് വന്നപ്പോ നിന്റെ ചൂട് തട്ടിയപ്പോ കണ്ടോ കളിക്കുന്ന. ഈ പിഞ്ചു കുഞ്ഞിനെ എങ്ങനെ ആർക്കെങ്കിലും ദത്ത് കൊടുക്കുന്ന? കുഞ്ഞിന് ആർക്കെങ്കിലും ദത്ത് കൊടുത്താൽ മാത്രമേ അമ്മയ്ക്കുള്ള ജാതകദോഷം മാറുന്നു.
അർജുനേട്ടൻ സമ്മതിച്ചു. നിന്നോടുള്ള സ്നേഹം കൊണ്ട് നിനക്ക് സംസാരിക്കാനാവുമായിരുന്നെങ്കിൽ ഇനിയിപ്പോ എന്ത് ദോഷമുണ്ടെങ്കിലും നീ അതിന് സമ്മതിക്കില്ല എന്ന് എനിക്കറിയാം. പ്രീതി, പക്ഷെ എനിക്കതിനെ എതിർക്കാനാവില്ല പ്രീതി. എനിക്ക് നിന്നെ വേണം, പിന്നെ നമ്മുടെ പാറുണ്ണി. ഇതിനിടയിൽ ഞാൻ എന്താ ചെയ്യേണ്ട ഒന്ന് പറഞ്ഞതാ പ്രീതി. കാറ്റുലയ്ക്കും കൽവിളക്കിൽ കാർമുകിലിൻ വീട്ടുണർ പാടിവരും രാക്കിളി തൻ പാട്ടുകിളിൽ ശ്രുതിയിടഞ്ഞു സാന്ദ്രമാംസം യതൻ മനയോ അമ്മേ, എന്തൊക്കെ ന്യായം പറഞ്ഞാലും ഞാൻ അതിന് സമ്മതിക്കില്ല. ഒരു പിഞ്ചു കുഞ്ഞ് പ്രീതിയുടെ ജീവന് ഭീഷണിയാണെന്നോ? അതും അവൾ നൊന്ത് പ്രസവിച്ച സ്വന്തം കുഞ്ഞ്. അമ്മേ, ഞാനൊരു വിശ്വാസിയൊക്കെ തന്നെയാ. എവിടെയുള്ളൊരു അദൃശ്യ ശക്തിയാണ് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നതെന്ന് വിശ്വസിക്കുന്നവനാ ഞാനും. നല്ലത് ചെയ്യുന്നവർക്ക് നല്ലത് കിട്ടുന്ന പോലെ മോശം കാര്യങ്ങൾ ചെയ്താൽ മോശമേ സംഭവിക്കൂ എന്ന് വിശ്വസിക്കുന്ന ആളാ ഞാനും. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ഒരു കുഞ്ഞിനെ കൊണ്ട് കുലം മുടിയോ എന്ന് കരുതുന്നവരാ ശിശുഹത്യ, നരഹത്യ ഒക്കെ ചെയ്യുന്നേ. ശരിക്കുള്ള അന്ധവിശ്വാസമാണ് ഇതൊക്കെ. എടോ വക്കീലേ, എടോ ഇയാളൊരു വക്കീലല്ലേ? എടോ ഇയാളല്ലേ ചന്ദ്രനിറങ്ങിയ കാര്യങ്ങളൊക്കെ വർഷങ്ങളെ കുറിച്ച് താനൊന്ന് ആലോചിച്ച് നോക്ക്. എടോ, സ്വന്തം കുഞ്ഞിനെ പോലെ ആൾക്കാർ നോക്കാത്ത കാലമാ. അപ്പോഴാണ് തികച്ച് അന്യരായവരുടെ കയ്യിൽ കുഞ്ഞിനെ വളർത്താൻ ഏൽപ്പിക്കുന്നത്. അതൊരു പെൺകുഞ്ഞിനെ. എടോ തനിക്ക് അറിഞ്ഞൂടെ, ദത്ത് കൊടുത്ത പിന്നെ ആ കുഞ്ഞിന്റെ മേലെ നമുക്ക് യാതൊരു അവകാശവും ഇല്ല. പിന്നെ അത് അവരുടെ കുഞ്ഞാ. എടോ, നമ്മുടെ പ്രീതിയുടെ കുഞ്ഞിനെ വിട്ടുകൊടുക്കുന്നെന്ന് ഓർക്കണം. ശരി, എല്ലാം പോട്ടെ. ഇനി ഇതൊന്നും അങ്ങനെ അല്ലെങ്കിലോ? ജാതകദോഷം കൊണ്ടല്ലാതെ പ്രീതിക്കൊരു അപകടം സംഭവിച്ചൂടെ? ചിലപ്പോ ആരെങ്കിലും കുഞ്ഞിനെ ദത്തെടുക്കാൻ മുന്നോട്ട് വന്നിരിക്കാം. അത് സ്വത്ത് മോഹിച്ചിട്ടല്ലെന്ന് ആര് കണ്ടു?
സ്വത്ത് കൈവശായി കഴിച്ചാലേ അവർ നമ്മുടെ പാറൂല. അയ്യോ, അങ്ങനെ ഒരു അപകടം കൂടി ഉണ്ടല്ലോ. സ്വത്തില്ലാതെ വിഷ്ണുവേട്ടനെ മാത്രമായിട്ട് എന്തിനാ എനിക്ക്? ഞാൻ ഈ കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആവും. ഇനി ഞാൻ ഇടപെട്ടേ മതിയാവും. ആ ആന്റി, വിഷ്ണുവേട്ടൻ പറയുന്നത് ശരിയാന്നാ എനിക്ക് തോന്നുന്നത്. ഏതെങ്കിലും ജോൽസിന്റെ വാക്ക് കേട്ട് നമ്മുടെ പ്രീതിയുടെ കുഞ്ഞിനെ ദത്തു കൊടുക്കണോ? അപ്പോ സുസ്മിതയുടെ അഭിപ്രായം കുഞ്ഞിനെ ദത്ത് നൽകണ്ടെന്നല്ലേ? ആ, ആ, നമ്മുടെ പാറുവിന്റെ നല്ലതിനെ കരുതിയാ ഞാൻ. അർജുൻ, നീയും പൂർണ്ണ മനസ്സോടെയല്ല കുഞ്ഞിനെ ദത്ത് കൊടുക്കാൻ തയ്യാറാവുന്നത്. ശാലിനോട് എനിക്ക് ചോദിക്കാൻ ഒന്നുമില്ല. രാഘവേട്ടൻ എന്തെങ്കിലും പറയാനുണ്ടോ? ഭാമേ, മുനിശാപം കൊണ്ടാണ് യാദവ വംശം നശിച്ചത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ നാഥനായിട്ടുണ്ടായിരുന്നിട്ടും സാമ്പം പ്രസവിച്ച ഇരുമ്പുലക്ക പൊടിച്ച സമുദ്രത്തിൽ കലക്കിയിട്ടും അത് സംഭവിക്കായിരുന്നില്ല. സാക്ഷാൽ ഭഗവാന് തന്നെ സംഭവിക്കാമെങ്കിൽ മനുഷ്യരായ നമ്മുടെയൊക്കെ കാര്യമോ? വിഷ്ണു പറഞ്ഞതുപോലെ ഈ പിഞ്ചു കുഞ്ഞിനെ കൊണ്ട് അങ്ങനെ ദോഷം സംഭവിക്കുന്നെങ്കിൽ അതങ്ങ് സംഭവിക്കട്ടെ. ഇത് ഇത് നമ്മുടെ സ്വന്തം ചോരയല്ലേ? ഇവിടെ എങ്ങനെയാ മറ്റൊരു കൈകളിലേക്ക്? ഇല്ല രാഘവേട്ട, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പ്രീതിയുടെ ജീവൻ വെച്ച് കളിക്കാൻ ഞാൻ തയ്യാറല്ല. ഭാമേ, നീ ദേ, സത്യഭാമ വാക്ക് പാലിച്ചിരിക്കും. കുഞ്ഞിനെ ദത്ത് നൽകുക തന്നെ ഞാൻ ചെയ്യും. അമ്മേ, അമ്മയ്ക്ക് ഈ പറഞ്ഞൊന്നും മനസ്സിലായില്ലേ? ഡാ, ജ്യോതിഷ വിധി പ്രകാരം നാളെ തന്നെ ചടങ്ങുകൾ നടക്കും. ജോൽസിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ശ്രീപാർവതിയെ ദത്തെടുക്കുന്ന ആരാന്ന് അറിയണ്ടേ നിങ്ങൾക്ക്? സത്യഭാമ എന്ന ഞാൻ. ഭാമേ, നീ? അതെ രാഘവേട്ട, ജ്യോതിഷ വിധിപ്രകാരമുള്ള പരിഹാരമാവും. നമ്മുടെ പാർക്കുട്ടി നമ്മുടെ വീട് വിട്ടു പോവുകയില്ല. രാഘവേട്ടനെ ഒരു വട്ടം കൂടി അച്ഛനാവാൻ ഒരുങ്ങിക്കും. അതിനെന്താ, സന്തോഷം മാത്രമേ ഉള്ളൂ. അറിയില്ലേ? ആ അല്ല ഭാമാൻറ്റി, അതെങ്ങനെ ശരിയാവും? അല്ല, കുഞ്ഞിന്റെ ഗോത്രനാമം മാറണം എന്നല്ലേ ജോത്സ്യം പറഞ്ഞത്? ഭാമാൻറ്റി ദത്തെടുത്താൽ എങ്ങനെ ഗോത്രം മാറും? അല്ല, എൻ്റെ ഒരു സംശയമാണേ. കുഞ്ഞിന്റെ അമ്മയുടെ നക്ഷത്രം മാറണമെന്നേ ജ്യോത്സ്യം പറഞ്ഞോളൂ. പ്രീതിയുടെ നക്ഷത്രം അല്ല ഭാമയുടേത്. പ്രീതിക്ക് പകരം ഭാമ കുഞ്ഞിന്റെ മാതൃസ്ഥാനത്ത് വന്ന കുഞ്ഞിന്റെ നക്ഷത്രം കൊണ്ട് പ്രീതിക്കുള്ള ദോഷമൊക്കെ അങ്ങ് മാറും. ഗോത്രനാമം എന്നുള്ളതേ
ഈ ജ്യോതിഷപ്രകാരമുള്ള ഒരു വാക്ക് മാത്രമാണ്. ഇവിടെ ചുമ്മാ എന്താണ് ഇവളി പറയുന്നേ? ചുമ്മാ അല്ല, എന്റെ സംശയം കൂടി ഒന്ന് തീർക്കണമല്ലോ. ഓ ഓ ഓ സംശയം. അർജുൻ, ദത്തെടുക്കൽ നിയമപ്രകാരം ആക്കണം. ഞാൻ ഒരു വക്കീലിനെ വിളിക്കാൻ സത്യാമേ. ആ, അല്ലടോ, ഇയാൾക്ക് തന്നെ ചെയ്തൂടെ? വിഷ്ണു, എനിക്കത് ചെയ്യാൻ പാടില്ല. കാരണം ഇതെന്റെ സ്വന്തം മോളല്ലേ. കുഞ്ഞുമായിട്ട് ബന്ധമില്ലാത്ത ഒരു വക്കീലായിരിക്കണം നടപടികൾ രേഖാമൂലമാക്കേണ്ടത്. പ്രീതിയുടെ ദോഷം മാറുമെന്ന് പറഞ്ഞാ അവൾ എഴുന്നേക്കുമെന്നും എനിക്കെതിരെ നാവ് വളയ്ക്കുമെന്നും അല്ലേ? അത് സംഭവിക്കാൻ പാടില്ലല്ലോ.